കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേര് തന്നെ ടൈറ്റിൽ തന്നെ ഫൈറ്റ് ക്ലബ്ബ് ഉണ്ടല്ലോ. അങ്കമാലി ഡയറീസ് ഒക്കെ നമ്മൾ കണ്ട ഒരു മലയാളത്തെ കണ്ടതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. ആ സ്പിരിറ്റ് ഈ പടത്തിൽ തമിഴിൽ ഫൈറ്റ് ക്ലബ്ബ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വയലൻസ് എന്ന് പറയുമ്പോൾ ഇത് ചോര പൊടിയാതെ തുടക്കം മുതൽ അവസാനം വരെ വയലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സംവിധാനം കഴിഞ്ഞു. ഒരു വയലൻസ് ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ തന്നെ അതിനകത്ത് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വയലൻസിൻ്റെയും അതുപോലെ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു ദോഷവശങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഈ മൂവിയിലൂടെ നമുക്ക് ഒരു എൻഡിൽ അറിയാൻ പറ്റും. നല്ല പടം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. കുഴപ്പമില്ല, നല്ല രസമുണ്ടായി. നല്ല പടം. കുഴപ്പമില്ല. പടം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടിരിക്കാം. കുറച്ച് വയലൻസ് ഭയങ്കരമായിട്ട് ഓവറാണ്. പ്രതീക്ഷൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും സാധനം കുഴപ്പമില്ല, കണ്ടിരിക്കാം. പിന്നെ കുറച്ച് ചെറിയ ലാഗും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു വടച്ചെന്നൈ മോഡലൊക്കെ ചെയ്ത് വെച്ചാണ്. സാധനം നല്ല മേക്കിംഗ് കൊള്ളാം, ക്യാമറ വർക്കും കൊള്ളാം, എഡിറ്റിംഗ് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആക്ടർ വിജയ് കുമാർ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ്റെ നല്ലൊരു പ്രൊഡക്ഷൻ ടീംസ് തന്നെയാണ് വർക്ക് ചെയ്തിട്ട് നല്ല കിടിലമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ലാഗും കാര്യങ്ങളുണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ പടം നല്ലൊരു ഇരുന്ന് കാണാൻ പറ്റിയൊരു വൺ ടൈം മാച്ചിങ് ആണ്. ഫൈറ്റ് ക്ലബ്ബ് നല്ലോണം ഒരു അടിപ്പടമാണ്. കാരണം പേര് തന്നെ ടൈറ്റിൽ തന്നെ ഫൈറ്റ് ക്ലബ്ബ് ഉണ്ടല്ലോ. അങ്കമാലി ഡയറീസ് ഒക്കെ നമ്മൾ കണ്ട ഒരു മലയാളത്തെ കണ്ടതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. ആ സ്പിരിറ്റ് ഈ പടത്തിൽ തമിഴിൽ ഫൈറ്റ് ക്ലബ്ബ് തന്നിട്ടുണ്ട്. അങ്കമാലി ഡയറീസിൽ നമുക്ക് എന്താണോ ഫീൽ കിട്ടിയത് മലയാളത്തിൽ, അത് തമിഴിൽ ഫൈറ്റ് ക്ലബ്ബിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വിജയകുമാറാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യണം. ഉറിയടിയിലെ നായകനാണ്. ഉറിയടിയൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു തമിഴ്നാട്ടിൽ. ഫസ്റ്റും സെക്കൻഡും ഉണ്ടായില്ല. പിന്നെ ഇതിൽ ശങ്കർദാസ് എന്ന് പറഞ്ഞ ആക്ടർ ഓസം പൊള്ളി അഭിനയമാണ്. പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ മ്യൂസിക്, ഗോവിന്ദ് വസന്തിൻ്റെ മ്യൂസിക് ഒന്നും പറയാനില്ല. പടത്തെ പിടിച്ചിരുന്നതിന് അടിപ്പടം ഇഷ്ടമുള്ളവർ തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട സൂപ്പർ പടമാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരു അങ്കമാലി ഡേയ്സ് ടച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പടം. നായകന് വിജയകുമാറിൻ്റെ ഒക്കെ നല്ല അഭിനയമായിരുന്നു. മൊത്തത്തിൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വില്ലനായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. നല്ല ആക്ടിങ് ആണ്. നല്ല ആളായിരുന്നു കൂടുതലും സ്കോർ ചെയ്തേക്കണം പടത്തിൽ. അടിപൊളി. അങ്കമാലി ഡേയ്സ് പോലത്തെ ഒരു പരിപാടി. പേര് പോലെ തന്നെ ഒരു ഫൈറ്റ് ക്ലബ്ബ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത നടന്മാരെ വെച്ചുകൊണ്ട്, അതായത് ഇന്ന് തമിഴ്നാട്ടിൽ വന്ന 2ഉം 3ഉം നിരയിലുള്ള ആ താരങ്ങളെ വെച്ചുകൊണ്ട് ഒരു പടം ചെയ്യാനാണ് ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ പ്രൊഡ്യൂസറും ശ്രമിച്ചേക്കുന്നത്. ഇതിൻ്റെ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വയലൻസ് എന്ന് പറയുമ്പോൾ ഇത് ചോര പൊടിയാതെ തുടക്കം മുതൽ അവസാനം വരെ വയലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സംവിധാനം കഴിഞ്ഞു. ഒരു സമയത്ത് സുബ്രഹ്മണ്യപുരം തമിഴ് ഇൻഡസ്ട്രിയുടെ ഒരു മാറ്റം വരുത്തിയതാണ് സുബ്രഹ്മണ്യപുരം. അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയ്ക്കും ഒരുപക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാറുകളില്ലെങ്കിൽ പോലും പടം വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ഇതിൽ മേക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. ഐ എൻജോയ്ഡ് ഇറ്റ്. നല്ലൊരു സിനിമയാണ്. പടത്തിൻ്റെ ലെങ്ത് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നി? ലെങ്ത്ത് ഇല്ല. അതിൻ്റെ എഡിറ്റിങ്ങിനെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊണ്ട് എഡിറ്റിംഗ് കൊണ്ട് നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല സിനിമയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒരു കുറച്ച് വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്കാണ് കൂടുതലായിട്ട് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുക. പക്ഷേ ഒരു വയലൻസ് ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ തന്നെ അതിനകത്ത് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വയലൻസിൻ്റെയും അതുപോലെ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു ദോഷവശങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഈ മൂവിയിലൂടെ നമുക്ക് ഒരു എൻഡിൽ അറിയാൻ പറ്റും. അതുപോലെ ഒരാൾക്കുണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം നല്ലൊരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ മേക്കിങ്, എഡിറ്റിങ്, സോങ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ് ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തകർത്ത് മത്സരിച്ച് അഭിനയിച്ചെന്ന് തന്നെ പറയാം. നല്ലൊരു മൂവിയാണ്.